വാർത്തകളിലേക്ക് വിശദമായി. കൊച്ചി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ കുട്ടിയെ CWCക്ക് കൈമാറി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കുട്ടിയെ മാറ്റി. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ നഗരസഭാ ജീവനക്കാരി രഹനയെയും പ്രതി ചേർത്തു. കുറ്റക്കാരെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും മന്ത്രി P. രാജീവിന്റെ ഓഫീസിലേക്കും BJPയും യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തി. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കുഞ്ഞിനെ ഏറ്റെടുത്ത അനൂപിന്റെ സഹോദരനാണ് ശിശുക്ഷേമ സമിതി ഓഫീസിലേക്ക് കുഞ്ഞുമായി എത്തിയത്. കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി 6 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ CWC പിന്നീട് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. മാതാപിതാക്കളെ കണ്ടെത്തിയതിനു ശേഷം കുഞ്ഞിനെ ഏറ്റെടുക്കാൻ താൽപ്പര്യമില്ലെന്ന് അവർ അറിയിക്കുകയാണെങ്കിൽ ദത്ത് നടപടിയിലേക്ക് CWC കടക്കും. കുട്ടിയെ CWC ഏറ്റെടുത്തു. തൽക്കാലത്തെ കുട്ടിയെ ശിശു സംരക്ഷണ സ്ഥാപനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തുടർന്ന് DCPയുമായിട്ട് ചർച്ച ചെയ്ത് തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കും. കേസിലെ മുഖ്യപ്രതിയായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ചുമതലയുണ്ടായിരുന്ന അനിൽകുമാറിനായുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ്. ഇതിനിടെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് സംഭവത്തിൽ എറണാകുളം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അനിൽകുമാറിന് പുറമെ നഗരസഭാ ജീവനക്കാരി രഹനയെയും കേസിൽ പ്രതി ചേർത്തു. വ്യാജരേഖ ചമച്ചതിനും വഞ്ചനാ കുറ്റത്തിനുമാണ് കേസെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന രണ്ടാമത്തെ കേസ് കൂടിയാണിത്. നേരത്തെ രഹനയുടെ പരാതിയിൽ അനിൽകുമാറിനെ പ്രതിയാക്കി കേസ് എടുത്തിരുന്നു. കേസിൽ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ K. സേതുരാമൻ അറിയിച്ചു. അതേസമയം കുറ്റക്കാരെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് BJP കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും ആശുപത്രി സൂപ്രണ്ട് ഗണേഷ് മോഹനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് മന്ത്രി P. രാജീവിന്റെ ഓഫീസിലേക്കും മാർച്ച് നടത്തി. ന്യൂസ് 18 കൊച്ചി. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഉമ്മൻചാണ്ടിക്ക് ചികിത്സ ലഭ്യമാക്കണമെന്ന് ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ അലക്സ് ചാണ്ടി. 2015 രോഗം കണ്ടുപിടിച്ചിട്ടും ചികിത്സ നിഷേധിച്ചത് മകൻ ചാണ്ടിയുമ്മനും ഭാര്യ മറിയാമ്മയുമെന്ന് അലക്സ് ചാണ്ടി ആരോപിച്ചു. കുറച്ചൊക്കെ സത്യമുണ്ടെന്നാണ് ഭരണക്കാരാണ് ആദ്യം ഇത് വഴിതെറ്റിച്ചു വിട്ടുന്ന ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സഭാവിശ്വാസം ഒന്നും കളഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയാണ് ആ വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അവരെല്ലാവരും അതാണ്. അവരൊക്കെ പള്ളിയിൽ പോവുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇല്ലാത്ത പറയാനൊക്കത്തില്ല. ഭരണക്കാരൊന്നും അവരെ വിശ്വാസമുണ്ട്. അവർ കുറേ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥനയുണ്ട്. ശക്തമായിട്ട് നടക്കുന്നുണ്ട് പ്രാർത്ഥന. അത് ഒരു കൂട്ടരല്ല, പല കൂട്ടർ. കറക്റ്റ് പറയാനൊക്കത്തില്ല. എന്നുവെച്ചാൽ ഒത്തിരി പ്രാർത്ഥന വിവാഹമുണ്ട്. എനിക്ക് അവരുടെ പേര് കറക്റ്റ് അറിയത്തില്ല. ഭാര്യയും മൂത്ത മകളും ഇളയ മകനുമാണ്. 3 പേരാണ് കൂടുതലായിട്ടിരിക്കുന്നത്. രണ്ടാമത്തെ മോളെ അച്ചുമ്മൻ ദുബൈയിൽ. അവിടെ ഇടയ്ക്കെല്ലാം വരുന്നുണ്ട്. പിന്നെ കാണാനും അന്വേഷിക്കാനൊക്കെ വരുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് നിലപാട്, ശക്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് നിലപാടില്ല. അച്ചുമ്മൻ അതിനെ രാഷ്ട്രീയ രംഗത്താണേലും പല ആൾക്കാരെയും കണ്ട് പറഞ്ഞു ഇന്നവരാണ് സംഗതി, ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണ്, എൻ്റെ അപ്പയ്ക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് അവൾ വളരെ ശക്തമായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോഴും. പക്ഷേ എപ്പോഴും വീട്ടിൽ ഒന്നും നിൽക്കുന്ന അന്തരീക്ഷയില്ലെന്ന് പറഞ്ഞ് വരുന്നില്ല. നടക്കുന്ന രീതി നടന്നിട്ടില്ല. ഇവർ സമ്മതിച്ചിട്ടില്ല നടക്കാൻ വേണ്ടി. പിന്നെ ഡോക്ടർമാരൊക്കെ അവരറിയാതെയൊക്കെ ചില്ലറ ഇതൊക്കെ ചെയ്യാമായിരുന്നു. ഡാൻ കുര്യനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, നേരത്തെ തന്നെ ചികിത്സ നിഷേധിക്കുന്നു എന്ന ഒരു ആരോപണം ഉയർന്നിരുന്നു. പക്ഷേ പിന്നീട് ജർമ്മനിയിലൊക്കെ കൊണ്ടുപോയുള്ള ചികിത്സയൊക്കെ നടന്നതാണ്. ഇപ്പോൾ കൂടുതൽ ശക്തമായി പരസ്യമായി അദ്ദേഹത്തിന്റെ സഹോദരൻ ഉൾപ്പെടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി? എന്താണ് അവരുടെ പ്രധാന ആവശ്യങ്ങൾ? രണിക, അതായത് ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ജർമ്മനിയിലേക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എത്തിച്ചത്. അവിടെ ലേസർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹം ബംഗളൂരുവിലെ വസതിയിൽ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് കഴിയുകയായിരുന്നു. ഏതാണ്ട് 1 മാസത്തെ വിശ്രമത്തിന് ശേഷമാണ് കഴിഞ്ഞ ജനുവരി മാസം ആദ്യം അദ്ദേഹം തലസ്ഥാനത്ത് ജഗതിയിലുള്ള സ്വന്തം വസതിയിലേക്ക് തിരികെ എത്തിയത്. അതിനിടയിൽ അദ്ദേഹത്തിന് വീണ്ടും ശാരീരിക അവശതകൾ ഉണ്ടായതായും ഉമ്മൻചാണ്ടിയുടെ നില ഗുരുതരമാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ
വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നു. അതിന് പിന്നാലെ ഇന്നലെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തന്നെ ന്യൂസ് 18ലൂടെയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്, ഇത് ഊഹാപോഹം മാത്രമാണ്, ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന തരത്തിലുള്ള പ്രസ്താവനയുമായി മകൻ ചാണ്ടി ഉമ്മൻ തന്നെ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ട് ഉമ്മൻചാണ്ടി തന്നെ ഫേസ്ബുക്ക് ലൈവിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് കുടുംബവും തന്റെ പാർട്ടിയും പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്, നിലവിലുള്ള ചികിത്സയിൽ താൻ തൃപ്തനാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ ഇന്നാണ് വളരെ നാടകീയമായി ഉമ്മൻചാണ്ടിയുടെ ഇളയ സഹോദരൻ അലക്സ് ചാണ്ടി തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട്, അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി തുടർ ചികിത്സയ്ക്ക് വേണ്ടി സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണം, ഒരു മെഡിക്കൽ ബോർഡിന് രൂപം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും സ്പീക്കർക്കും പരാതി നൽകിയിരിക്കുന്നത്. അതിന്മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ജഗതിയിലുള്ള ഉമ്മൻചാണ്ടിയുടെ വസതിയിലെത്തി അദ്ദേഹത്തെ നേരിൽ കണ്ട് നിലവിൽ അദ്ദേഹത്തിന് ലഭ്യമാകുന്ന ചികിത്സകളും തുടർന്ന് ലഭ്യമാക്കാൻ ഇരിക്കുന്ന ചികിത്സകളും തമ്മിലുള്ള എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അക്കാര്യം അറിയിക്കും. അതിനുശേഷം കേരളത്തിൽ തന്നെ ഒരു മെഡിക്കൽ ബോർഡിന്, അതായത് വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെഡിക്കൽ ബോർഡിന് രൂപം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാർ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനടക്കം ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കുടുംബാംഗങ്ങളെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് തുടർന്ന് ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും സർക്കാർ ഇടപെടൽ ഉണ്ടാകും എന്ന സൂചനയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനുള്ള ശ്രമമുണ്ട് എന്നതാണ് ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്. എറണാകുളം മരടിൽ പഴകിയ മീൻ പിടികൂടി. മരട് നഗരസഭ ആരോഗ്യ വിഭാഗമാണ് 2 കണ്ടെയ്നർ മീൻ പിടിച്ചെടുത്തത്. ഡാനിപ്പോളിന്റെ റിപ്പോർട്ടിലേക്ക്. മരട് ദേശീയപാതയ്ക്ക് സമീപമാണ് ഈ രീതിയിൽ നിർത്തിയിട്ടുന്ന രീതിയിൽ 2 കണ്ടെയ്നർ നിറയെ പഴകിയ മത്സ്യം പിടികൂടിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനുള്ള 2 കണ്ടെയ്നർ വാഹനങ്ങൾ. ഇതിൽ മുഴുവനായും തന്നെ ഏതാണ്ട് പഴകിയ മത്സ്യങ്ങളാണ് കൂടുതലായും തന്നെ ഉണ്ടായിരുന്നത്. ഇവിടെ നാട്ടുകാരെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മരട് നഗരസഭയെ അറിയിക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ രീതിയിൽ പഴകിയ വലിയ മത്സ്യങ്ങളുണ്ടായിരുന്നു. പലതും പുഴുവരിച്ച് നശിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസവും ഇവിടെ തന്നെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിനിടയിൽ ചെറിയ ചില വാഹനങ്ങളിലേക്ക് ഇവിടെ നിന്ന് കണ്ടെയ്നറുകൾ, ഈ കണ്ടെയ്നറിനകത്ത് നിന്ന് ഈ മത്സ്യം സൂക്ഷിക്കുന്ന ക്രൈറ്ററുകൾ കയറ്റി പോകുന്നതും നാട്ടുകാരുടെ അടക്കം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്നാണ് മരട് നഗരസഭയെ അടക്കം അറിയിക്കുകയും തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധനയിലാണ് ഈ രീതിയിൽ പഴകിയ മത്സ്യങ്ങളടക്കം, പുഴുവരിച്ച നിലയിലുള്ള മത്സ്യങ്ങളടക്കം ഇവിടെ കണ്ടത്. നേരത്തെയും ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധനകൾ കർശനമായി തുടരുകയാണ്. അതിനിടയിലാണ് ഈ രീതിയിൽ 2 കണ്ടെയ്നർ നിറയെ ചീഞ്ഞളിഞ്ഞ മത്സ്യവുമായിട്ട് ഇവിടേക്ക് എത്തുകയും അതിന്റെ ഒരു വിപണനം ഈ ഭാഗം കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. വലിയ രീതിയിലുള്ള മത്സ്യങ്ങൾ, രോഹുവും പിരാനിയും ആ രീതിയിലുള്ള വലിയ മത്സ്യങ്ങളാണ്. സ്വാഭാവികമായും നഗരപ്രദേശങ്ങളിൽ കൂടുതലായും വിറ്റഴിഞ്ഞു പോകുന്ന വലിയ മത്സ്യങ്ങളാണ്. ഇത് എവിടേക്ക് കൊണ്ടുവന്നു എന്നതടക്കം കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. ആരായിരുന്നു ഇതിന്റെ വിപണനക്കാർ, എവിടേക്കാണ് ഇതെല്ലാം തന്നെ കൊണ്ടുപോയതെന്നടക്കമുള്ള കാര്യങ്ങളും ഇനി വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. ഇതിന്റെ സാമ്പിൾസ് അടക്കം ശേഖരിക്കുകയും പിന്നീട് ഈ മൊബൈൽ ലാബിലടക്കം ഇതിന്റെ ഒരു പരിശോധനകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. നിലവിൽ അവർ ശേഖരിച്ച സാമ്പിളുകൾ ഇത് വിശദമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇത് എത്ര കണ്ട പഴക്കമുണ്ട്, അതോടൊപ്പം തന്നെ ഏതെങ്കിലും രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധനയിലേക്ക് വരേണ്ടത്. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു പരിശോധന തന്നെ വേണമെന്നൊരു നിലപാടിലേക്ക് ഭക്ഷ്യ സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ കടന്നിട്ടുണ്ട്. കാരണം ഇത്ര വലിയ തോതിൽ മത്സ്യം ഇവിടേക്ക് എത്തുകയും കൊച്ചി കേന്ദ്രീകരിച്ച് അതിന്റെ ഒരു വിപണനം നടത്തുകയും ചെയ്യുന്ന, അപ്പോൾ അതിന്റെ ഒരു സാധ്യതകൾ എന്താണ് എന്നതാണ് പരിശോധിക്കുന്നത്. ഇതിൽ എത്രമാത്രം കീടനാശിനികൾ അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും തന്നെ ആരെയും തന്നെ കസ്റ്റഡിയിൽ എടുക്കാനോ മറ്റോ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഈ 2 കണ്ടെയ്നറുകൾ പാർക്ക് ചെയ്ത ഒരവസ്ഥ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ജീവനക്കാരോ അല്ലെങ്കിൽ ഈ ലോറിയുമായി ബന്ധപ്പെട്ട് ഈ ഡ്രൈവർമാരോ ക്ലീനർമാരോ ആരെയും തന്നെ ഈ പരിസരത്ത് കാണുന്നുണ്ടായിരുന്നില്ല. ഇത് ഈ വണ്ടിയുടെ വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ
ഇതിന്റെ ഒരു അന്വേഷണം പുരോഗമിക്കുന്നത്. ജീവനക്കാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഇവർ ഈ പരിസരത്ത് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധനകൾ ഇപ്പം ഇവിടെ നമുക്ക് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ ഒരു ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ വന്ന് അവരുടേതായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ അവരോട് ഞങ്ങൾ ഉന്നയിച്ചൊരു ചോദ്യം, ഇത് എന്നാണ് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് ഈ ലോറി കടന്നത് എന്ന് പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് നമ്മുടെ ചെക്ക് പോസ്റ്റിൽ അത്തരം ഒരു സൗകര്യമില്ല, ഒരു കൗണ്ടർ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ കേരളം പോലത്തെ ഒരു സംസ്ഥാനം ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിർബന്ധമായും കേരള സംസ്ഥാന സർക്കാർ ആദ്യമായി എടുക്കേണ്ട നടപടി കേരളത്തിലേക്ക് കടന്നു വരുന്നത് എന്താണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ 2 കണ്ടെയ്നറിലും അഴുകിയ മത്സ്യം വന്ന സമയത്ത് ഈ കണ്ടെയ്നർ വഴിയാണ് ഇത് കടന്നിങ്ങോട്ട് വന്നത്. ഈ കണ്ടെയ്നർ റെഫ്രിജറേഷൻ ഇല്ലാത്ത, ആ സൗകര്യം ഇല്ലാത്ത കണ്ടെയ്നേഴ്സ് ആണ് ഇത് രണ്ടും. എന്തുകൊണ്ട് റെഫ്രിജറേഷൻ ഇല്ലാത്ത കണ്ടെയ്നറിൽ ഇത്രയും മത്സ്യം കേരളത്തിലേക്ക് എത്തി? അതൊരു വലിയ ചോദ്യമാണ്. കൂടുതൽ പരിശോധനകളിലേക്ക് അടക്കം കടന്നു പോകേണ്ടതുണ്ട്. ഇനി അടുത്തൊരു പ്രൊസീജിയർ എന്താണ് ചെയ്യുന്നത്? അടുത്ത പ്രൊസീജിയർ ഇപ്പോൾ നമുക്ക് മൊബൈൽ ലാബ് ഇപ്പോൾ വരും. മൊബൈൽ ലാബ് വന്നിട്ട് ഇതിനകത്ത് നല്ല മീനും മോശം മീനും ഉണ്ടായിരുന്നില്ല. നല്ല മീൻ അത് നമുക്ക് പരിശോധിച്ചിട്ട് അതിന്റെ ഡിസ്പോസ് ചെയ്യണമെങ്കിൽ ഡിസ്പോസ് ചെയ്യും, അത് കംപ്ലീറ്റ് ഡിസ്പോസ് ചെയ്യും. കൃത്യമായ റാക്കറ്റ് ഇതിന്റെ പുറകിലുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാനൊക്കത്തില്ല. ഇത് ആന്ധ്രാപ്രദേശിലെ പിന്നെ നമ്പറാണെന്നുള്ളത്. ഈ മത്സ്യത്തിനും കൊച്ചിയിൽ ആവശ്യക്കാരുണ്ട് എന്നുള്ള. അതെ, ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന മീനാണ് എന്നാണ് നമുക്ക് പ്രഥമ ദൃഷ്ടി. കാരണം വണ്ടിയുടെ നമ്പർ ആന്ധ്രയിൽ നിന്നുള്ള നമ്പർ ആയതുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമുക്ക് കൂടുതൽ പരിശോധനകൾ മത്സ്യ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചുണ്ടാവോ? തീർച്ചയായും മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചെല്ലാം തന്നെ കൂടുതൽ പരിശോധനകളിലേക്കെല്ലാം ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ കടക്കുകയാണ്. എന്തായാലും ഈ സംഭവം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. 2 കണ്ടെയ്നർ നിറയെ ചീഞ്ഞളിഞ്ഞ മത്സ്യങ്ങളുമായി കൊച്ചിയിലേക്ക് കണ്ടെയ്നറിലെത്തുക, തുടർന്ന് അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഇവിടെ വിപണനം ഉണ്ടായിരുന്നു എന്നതും തന്നെയും ഞെട്ടിപ്പിക്കുന്നതാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇന്ധന സെസ് അടക്കം ബജറ്റിലെ നികുതി വർധനവിനെതിരെ വ്യാപക പ്രതിഷേധം. നിയമസഭയിൽ 4 UDF MLA-മാർ സത്യാഗ്രഹം തുടങ്ങി. ഷാഫി പറമ്പിൽ, CR മഹേഷ്, നജീബ് കാന്തപുരം, മാത്യു കുഴൽനാടൻ എന്നിവരാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ബൈക്ക് കത്തിച്ചായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബിനു ചുള്ളിയിലിന് പരിക്കേറ്റു. വെള്ളത്തിനും വില കൂട്ടി സർക്കാർ. സംസ്ഥാനത്ത് പുതുക്കിയ വെള്ളക്കരം നിലവിൽ വന്നു. ലിറ്ററിന് 1 പൈസ കൂട്ടി. പുതുക്കിയ വെള്ളക്കരം അനുസരിച്ച് ഒരു കുടുംബത്തിന് ഇനി 200 രൂപ മുതൽ 400 രൂപ വരെ അധികം നൽകേണ്ടി വരും. അധികം ബുദ്ധിമുട്ടില്ലാത്ത വില വർധനവിന് ഇത്രയധികം പ്രശ്നമുണ്ടാക്കേണ്ടതുണ്ടോ എന്നായിരുന്നു നിയമസഭയിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ചോദ്യം. നിരക്ക് വർധനയിലൂടെ വർഷം 401 കോടി അധിക വരുമാനമാണ് ജല അതോറിറ്റി ലക്ഷ്യമിടുന്നത്. അദാനി വിഷയത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിലെ പ്രതിഷേധത്തോടെ 3ാം ദിനവും പാർലമെന്റിൽ പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചു. പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതോടെ പ്രക്ഷുബ്ധമായ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അദാനിക്കെതിരെ അന്വേഷണം വേണമെന്നും വിവാദത്തിൽ വിശദമായ ചർച്ച നടത്തണമെന്നും ലോക്സഭയിലും രാജ്യസഭയിലും ആവശ്യമുയർന്നു. പ്രതിപക്ഷം നിയമത്തെ വെല്ലുവിളിക്കുകയാണെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ കുറ്റപ്പെടുത്തി.
കളമശ്ശേരി മെഡിക്കൽ കോളേജ് വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ ഗായകനും കുടുംബത്തിനും കുഞ്ഞിനെ ലഭിച്ചത് ഇടനിലക്കാർ വഴി. ജനിച്ച് 3-ാം നാളാണ് കൈമാറ്റം നടന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തെ തുടർന്ന് സസ്പെൻഷനിലായ മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ അനിൽകുമാർ അടക്കമുള്ളവർ കുട്ടിയെ കൈമാറ്റം ചെയ്തതിൽ ഇടനിലക്കാരായി എന്നാണ് വിവരം. പ്രത്യേക സാമൂഹ്യ സാഹചര്യത്തിലാണ് ആലുവ സ്വദേശികൾക്ക് പെൺകുഞ്ഞ് പിറന്നത്. ഓഗസ്റ്റ് 27-ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പ്രസവം നടന്നതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. കുട്ടിയെ ആവശ്യമില്ലെന്ന് ദമ്പതികൾ വ്യക്തമാക്കിയതോടെ ഇക്കാര്യം ഇടനിലക്കാർ ഗായകനെയും കുടുംബത്തെയും അറിയിച്ചു. പ്രസവം നടന്ന് 3-ാം നാൾ കുട്ടിയുടെ കൈമാറ്റവും നടന്നു. കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കളും ഗായകന്റെ കുടുംബവും തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടിയിട്ടില്ല. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സസ്പെൻഷനിലായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാർ അടക്കമുള്ളവർ ഉൾപ്പെട്ട ഒരു സംഘം തന്നെ ആശുപത്രി കേന്ദ്രീകരിച്ച് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുവെന്നാണ് വിവരം. സമാനമായ രീതിയിൽ കുഞ്ഞുങ്ങളുടെ അനധികൃത കൈമാറ്റം മുമ്പും നടന്നിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. കൈമാറ്റം നടന്നെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചെടുക്കാൻ വൈകിയതിനു പിന്നിലും കൃത്യമായ ആസൂത്രണമുണ്ടെന്നാണ് സൂചന. എം.എസ്. അനീഷ് കുമാർ, ന്യൂസ് 18, കൊച്ചി. ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നുവെന്ന് ഹൈക്കോടതി. ആരോപണം ഗൌരവമുള്ളതെന്ന് വ്യക്തമാക്കിയ കോടതി അന്വേഷണം നേരിട്ടുകൂടെയെന്ന് ചോദിച്ചു. ഈ ഘട്ടത്തിൽ എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യം അപക്വമാണെന്നും കോടതി വ്യക്തമാക്കി. അനുകൂല വിധിക്കായി ജഡ്ജിക്ക് കോഴ നൽകാനെന്ന പേരിൽ അഭിഭാഷകൻ ലക്ഷങ്ങൾ വാങ്ങിയെന്ന ആരോപണം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഗൌരവമേറിയതാണെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ആരോപണങ്ങൾ നിയമസംവിധാനത്തെ ബാധിച്ചിട്ടുണ്ടെന്നും ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന നിലപാട് കോടതിക്ക് ഇല്ല എന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് നിരീക്ഷിച്ചു. ജുഡീഷ്യറിക്കും ജഡ്ജിമാർക്കും എതിരായ ആരോപണങ്ങൾ എന്ന നിലയിലല്ല കേസ് പരിഗണിക്കുന്നതെന്നും അന്വേഷണം നടക്കട്ടെയെന്നും കോടതി പറഞ്ഞു. ഇതോടെ ഹൈക്കോടതി ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകാനെന്ന പേരിൽ കേസിലെ കക്ഷികളിൽ നിന്ന് വൻ തുക കൈപ്പറ്റിയെന്ന കേസ് റദ്ദാക്കാനുള്ള സൈബി ജോസ് കിടങ്ങൂരിന്റെ നീക്കമാണ് ഹൈക്കോടതി തടഞ്ഞത്. കേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചാൽ അവയുടെ നിയമസാധുത പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്ന് കോടതി അറിയിച്ചു. കേസ് റദ്ദാക്കണമെന്ന ആവശ്യം ഈ ഘട്ടത്തിൽ അപക്വമാണ്. അഭിഭാഷക സമൂഹത്തിന്റെ മേലുള്ള സംശയങ്ങൾ നീക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോട് കോടതി വിശദീകരണം തേടി. ഹർജി ഫയലിൽ സ്വീകരിച്ചില്ലെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ കോഴ ആരോപണത്തെക്കുറിച്ചുള്ള കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് കോടതി പരിശോധിക്കണമെന്ന് ഹർജിക്കാരനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ എസ് ശ്രീകുമാർ ആവശ്യപ്പെട്ടു. ഒരു വിഭാഗം അഭിഭാഷകരുടെ വ്യക്തിവൈരാഗ്യമാണ് കേസിനു പിന്നിലെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു. അതേസമയം കേസിൽ അഡ്വക്കേറ്റ് സൈബിയെ ഈ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ നീക്കമില്ലെന്ന് സർക്കാർ കോടതിയെ ബോധിപ്പിച്ചു. കേസ് അടുത്ത ആഴ്ച വീണ്ടും പരിഗണിക്കാൻ മാറ്റി. ന്യൂസ് 18, കൊച്ചി. ഇനി അതിഥിയിലേക്ക്. ഫിറ്റ്നസ് ഫ്രീക്കുകളുടെ ഇഷ്ടതാരം ആരതി കൃഷ്ണയാണ് നമ്മളുടെ ഇന്നത്തെ താരം. കഴിഞ്ഞ തവണ മിസ് കേരള ഫിറ്റ്നസ് കിരീടം നേടി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരാധകർ. ആരതി നമ്മോടൊപ്പം ചേരുന്നു. അതിനു മുൻപ് ആരതിയുടെ ഏറ്റവും ഒടുവിൽ വൈറലായ ഒരു വീഡിയോ കാണാം. എനിക്ക് സംസാരിച്ച ശീലമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഏതെങ്കിലും പോസ് കാണിക്കാം. സംസാരിച്ച ശീലമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഏതെങ്കിലും പോസ് കാണിക്കാം.
സംസാരിച്ച ശീലമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഏതെങ്കിലും പോസ് കാണിക്കാം. ഈ ആരതി കൃഷ്ണ നമുക്കൊപ്പം അല്പസമയത്തിനകം അതിഥിയായി ചേരും. ആരതിയിലേക്ക് വരും മുൻപ് ഒരു ഇടവേള. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ഫിറ്റ്നസ് ഫ്രീക്കുകളുടെ ഇഷ്ടതാരം ആരതി കൃഷ്ണയാണ് നമ്മളുടെ അതിഥി. ആരതി കൃഷ്ണ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. ആരതി, നേരത്തെ മിസ് കേരള ഫിറ്റ്നസ് ഒക്കെ ആയിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും കിട്ടാത്ത വലിയ പിന്തുണയാണ് ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ കിട്ടിയിരിക്കുന്നത്. എനിക്കൊന്നും പറയാനൊന്നുമില്ല, വേണമെങ്കിൽ ഒരു പോസ് കാണിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷത്തിലാണോ? സന്തോഷം കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഓളമല്ലേ, അത് തീരുമ്പോൾ വീണ്ടും നമ്മൾ പഴയ ജീവിതം, അതുകൊണ്ട് അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുമെന്ന് അറിയില്ലായിരുന്നു? അതോ സംസാരിക്കാൻ അവർ ആവശ്യപ്പെട്ടാലും ഞാൻ ഈ പോസ്റ്റ് കാണിക്കുകയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ റിപ്ലൈ ചെയ്യണമെന്ന് തീരുമാനിച്ചാണോ പോയത്? ഇല്ലില്ല, അന്നേരം പെട്ടെന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ചോദിച്ചപ്പം മനസ്സിൽ വന്നത് പറഞ്ഞതേ ഉള്ളൂ. സംസാരിക്കേണ്ട വരുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ജസ്റ്റ് ഞാൻ ശരിക്കുള്ളത് പറഞ്ഞേ, എനിക്ക് ആകെ പോസ്റ്റ് ചെയ്യാനേ അറിയത്തുള്ളൂ, അതുകൊണ്ട് അത് ചെയ്തു. ആരതി, ഇപ്പോൾ മിസ് കേരള മത്സരത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾ അല്ലെങ്കിൽ കിരീടം അണിഞ്ഞവരൊക്കെ നമുക്കൊപ്പം അതിഥികളായി എത്തിയിട്ടുണ്ട്. അപ്പോൾ മിസ് കേരള ബ്യൂട്ടി പേജൻസ് ഞങ്ങൾക്ക് പരിചയമുള്ളതാണ്. ആദ്യമായിട്ടാണ് ഒരു മിസ് കേരള ഫിറ്റ്നസിനെ ഞാൻ കാണുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ മത്സരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? സാധാരണക്കാർക്കൊക്കെ അത്ര പരിചിതമായിരിക്കില്ലല്ലോ. അതെ അതെ, ബോഡി ബിൽഡിങ് വരുമ്പോൾ ഡിഫറെൻ്റ് ആണ്, പോസിങ് ഡിഫറെൻ്റ് ആയിരിക്കും, അത് മസ്കുലാരിറ്റി ആയിരിക്കും നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. മറ്റേ ടൈപ്പ് ഓഫ് വരുമ്പോഴാണെങ്കിൽ കൂടുതൽ എനിക്കൊന്ന് റാമ്പ് വാക്ക് അല്ലെങ്കിൽ ബ്യൂട്ടി അങ്ങനെയുള്ള സെക്ഷൻ ആയിരിക്കും. അതാണ് ഡിഫറൻസ്, മെയിനായിട്ടുള്ള ഡിഫറൻസ് അതാണ്. ഇപ്പോൾ വൈറലായ വീഡിയോയുടെ താഴെയൊക്കെ ബൈസെപ്സിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്ന കുറേ പേരെയൊക്കെയുണ്ട്. ചില മോശം കമൻസോ അല്ലെങ്കിൽ കളിയാക്കാനൊക്കെ ശ്രമിക്കുന്നവരുമൊക്കെ ഉണ്ട്. ഇത് രണ്ടും ആസ്വദിക്കുന്നുണ്ടോ? അതെ, രണ്ടും ഞാനിപ്പോൾ നോക്കാറില്ലെന്നുള്ളതാണ് സത്യം. എന്നുവെച്ചാൽ അതിപ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള ഇതിനെ പ്രശ്നമായി തുടങ്ങിയതോടെ ഞാനിപ്പോൾ കമൻസ് ഒന്നും നോക്കാറില്ല. ആദ്യമൊക്കെ ഇപ്പോൾ ഏതൊരു വീഡിയോ വൈറലായാലും തുടക്കം എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരിക്കും, അത് പൊതു സ്വഭാവം. അത് ഇപ്പോൾ സിനിമ കണ്ട് വന്നില്ലായിരുന്നു ഇടയ്ക്ക്, ഞാൻ ഓർക്കുന്നില്ല, ഞാൻ സിനിമ ഒന്നും ഇപ്പോൾ ഇങ്ങനെ കാണാത്തതുകൊണ്ട്. അതിനകത്തൊരു വീഡിയോ ഇതുപോലെ വന്നപ്പോൾ ആദ്യം ഭയങ്കര വൈറലായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞവർ തന്നെ ആളെ ചീത്ത വിളിച്ചുകൊണ്ട് ഹേറ്റേഴ്സായിട്ട് വന്നു. അപ്പോൾ എൻ്റെ അവസ്ഥ അത് തന്നെയായിരിക്കും. തുടക്കത്തിൽ ഈ പറഞ്ഞവർ തന്നെ ഒരുപാട് കണ്ട് ആവർത്തന വിരസതയായി കഴിയുമ്പം ചീത്ത വിളിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അതിന് മുന്നേ കാണാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ കമൻസ് ഒന്നും നോക്കാറില്ല. ശരി, വിമർശനങ്ങളെയോ അല്ലെങ്കിൽ അമിത പ്രോത്സാഹനങ്ങളെയോ ഒന്നും കണക്കിലെടുക്കുന്നില്ല. തൻ്റെതായ വഴിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ആരതി എന്ന് തോന്നുന്നു. ആരതി ഇപ്പോൾ നമുക്ക് കാണാം, ജിമ്മിൽ തന്നെയാണ് ആരതി ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി 2-3 പോസ് കാണിക്കുമോ? അതെ അതെ, ഓക്കെ ഓക്കെ. ഓക്കെ, ഈ റേഞ്ചിന്റെ കുറച്ച് പ്രശ്നമുണ്ട്, ഇവിടെ നിന്ന് കാണിക്കാൻ പറ്റുന്ന പോസ് ഇത് മാത്രമേ. ഞങ്ങൾ ഒരു 3:20 മുതൽ ആരതിയെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടാണ് വൈകിയത് തന്നെ. ആരതി, ഈ മസ്കുലൈൻ നേച്ചർ അല്ലെങ്കിൽ അതാണ് കൂടുതലായും ഈ ഫിറ്റ്നസിന് പരിഗണിക്കുക എന്ന് പറഞ്ഞല്ലോ. ഇത് എത്ര നാളത്തെ പരിശ്രമത്തിന്റെ ഫലമാണ് ആരതിയുടെ ഈ മസിൽസ്? അതോ കുട്ടിക്കാലം മുതലേ ഈ ഫിറ്റ്നസിൽ ശ്രദ്ധിക്കുന്ന ആളായിരുന്നോ? എത്ര നാളത്തെ ഒരു പരിശീലനമുണ്ട് ഇതിന് പിന്നിൽ?
ഞാൻ ജിമ്മിൽ പോയി സ്റ്റാർട്ട് ചെയ്തിട്ട് 2021 സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വീട്ടിലായിരിക്കുമ്പോൾ നോർമലി അത് ബോഡി ബിൽഡിംഗ് എന്നുള്ള രീതിയിലല്ല, അല്ലാതെ ഫുഡ് ഓൾറെഡി കൺട്രോൾഡ് ആയിരുന്നു. പിന്നെ ചെറിയ എക്സസൈസ്, അതായത് ഒരുപാട് ഫാറ്റ് കയറാതിരിക്കാനുള്ള ഗ്രൗണ്ട് കാർഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും പക്ഷെ ബോഡി ബിൽഡിംഗ് എന്നുള്ള രീതിയിലല്ലായിരുന്നു. പിന്നെ ജിമ്മിൽ വന്ന് ബോഡി ബിൽഡിംഗ് എന്നുള്ള രീതി തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷം 2021 അതായിട്ടുള്ളൂ. പക്ഷേ അപ്പോൾ തൊട്ട് ഞാൻ ഒരു 3-4 വർഷം കൊണ്ട് ചെയ്യാവുന്ന അത്രയും ചെയ്താണ്. എനിക്ക് നഷ്ടപ്പെട്ട വർഷം മുഴുവൻ ഞാൻ ആ ഒരു വർഷം കൊണ്ട് നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ കോവിഡ് പലരുടെയും ജീവിതത്തെ പല വഴിക്ക് വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. 2021 എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കോവിഡ് കാലത്തെ ലോക്ക്ഡൌണും വിരസതയുമാണോ ഇങ്ങനെ ഒരു വഴിയിലേക്ക് ആരതിയെ നയിച്ചത്? അല്ലല്ല, കോവിഡിന് മുന്നേ ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നല്ലൊരു പീക്കിൽ എത്തി നിന്ന സമയത്തായിരുന്നു കോവിഡ് വന്നത്. അതുകൊണ്ടത് എനിക്ക് മാറ്റിവെക്കാൻ ഒട്ടും പറ്റാത്ത കാര്യമായതുകൊണ്ട് ഞാൻ ആ സമയത്തും എന്നുവെച്ചാൽ ആരുമില്ലാത്ത സമയത്ത്, ഇല്ലെങ്കിൽ നേരെ വെളുക്കുന്നതിന് മുന്നേ ഒക്കെ ഒറ്റയ്ക്ക് ജിമ്മ് പോയി തുറന്ന് ഇരുട്ടത്തൊക്കെ നിന്ന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ നമുക്ക് കുട്ടിക്കാലത്തൊക്കെയും നമുക്ക് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ. അത് നമുക്കൊപ്പം തന്നെ വളരും. എപ്പോഴാണ് ഈ ഫിറ്റ്നസ്സിൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മിസ് കേരള ഫിറ്റ്നസ് കിരീടം എന്നൊരു ലക്ഷ്യത്തിലേക്ക് പോകണം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? അത് അങ്ങനെ ഒരു ലക്ഷ്യത്തോടെ അല്ലായിരുന്നു ഞാൻ ജിമ്മിൽ പോയത്. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് മാറ്റങ്ങൾ വന്ന് കഴിഞ്ഞപ്പം കാണുന്നവരൊക്കെ ഇങ്ങനെ പറയും, കൊള്ളാലോ, കോമ്പറ്റീഷനൊക്കെ വേണമെങ്കിൽ ഇറങ്ങാമല്ലോ എന്ന് പറഞ്ഞ് കേട്ടപ്പോഴാണ് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അന്വേഷിക്കുന്നത്. കോമ്പറ്റീഷന് ഇറങ്ങുന്നത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ. പിന്നെ കോമ്പറ്റീഷൻ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോഴാണ് പലരും എന്നെ സീരിയസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യിക്കാൻ തുടങ്ങി. അതുവരെ നോർമലി ഒരു സ്ത്രീ ജിമ്മിൽ വരുമ്പോൾ എങ്ങനെയാണെന്നോ അങ്ങനെയുള്ള രീതിയിലേ കണ്ടിട്ടുള്ളൂ. എനിക്ക് ബോഡി ബിൽഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ബിൽഡേഴ്സിനെ പോലെ ആവണം എന്ന് പറയുമ്പോൾ അവർ കുറച്ചുകൂടെ ആ രീതിയിൽ ചെയ്യിപ്പിക്കുമായിരുന്നു. അതായിരുന്നു മെയിൻ. തീർച്ചയായും ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഫിറ്റ്നസ്സിന് വേണ്ടി ജിമ്മുകളിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്, പോകുന്നു, നമുക്ക് കാണാം. അതിൽ ഒരുപാട് പ്രശസ്തരുണ്ട്. അവരൊക്കെയും ഇതുപോലെയൊക്കെയുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരതിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വീട്ടിൽ ഇക്കാര്യം പറയുമ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ സപ്പോർട്ടില്ലായിരുന്നു, നല്ല രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു. അത് മെയിനായിട്ട് എതിർപ്പ് വന്നതെന്ന് വെച്ചാൽ ചിലവ് കൂടിയപ്പോഴാണ്. ഭയങ്കര ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡയറ്റാണ്. എന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ പൈസ നല്ല നല്ല രീതിയിൽ ഫുഡിന് ചിലവാക്കണം. എന്ന് വെച്ചാൽ ചിക്കൻ വേണം, മുട്ട ഒരു ദിവസം ഒരു ടൈം ഇത്ര ഗ്രാം പ്രോട്ടീൻ വേണമെങ്കിൽ ഒരു 8 മുട്ടയൊക്കെ വേണം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം സാധാരണ നമ്മൾ നോർമൽ ഒരു ഫാമിലിയിൽ ഒരാൾ ഒരു മുട്ട കഴിച്ചു, 2 മുട്ട കഴിച്ചു, അതുപോലെ ഒരു 30 മുട്ടയൊക്കെ ഒരു ദിവസം കഴിക്കുക എന്ന് പറയുന്നത് അതൊരു ഭീകരതയാണ്. അതുകൊണ്ട് അത് നല്ല രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ഡയറ്റ് ഒന്ന് പറയാം. എതിർപ്പൊക്കെ ഈ പ്രശ്നം, അതായത് ഇപ്പോഴത്തെ ഡയറ്റ് ഇപ്പോൾ ഞാൻ കട്ടിങ് സ്റ്റേജില്ല. അതിപ്പോൾ എന്നെ കാണുമ്പോൾ അറിയായിരിക്കും, ഞാൻ അന്നത്തുള്ള വീഡിയോയിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമാണ്. എൻ്റെ ഫേസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുണ്ട്. അത് കട്ടിങ് സ്റ്റേജാണ്. അതായത് ഞാൻ 12-ാം തീയതി കോമ്പറ്റീഷൻ ഇറങ്ങാൻ പോവാം. അപ്പോൾ ഈ ഒരു വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബേ ഇല്ല. കാർബ് മീൻസ് കാർബോഹൈഡ്രേറ്റ് ഫുഡില്ല. നമുക്ക് ആകെ ഉള്ളത് പ്രോട്ടീൻ ഫുഡ് മാത്രമാണ്. അപ്പോൾ അത് ചിക്കൻ, മുട്ട, കണ്ടിന്യൂസ് ആയിട്ട് ചിക്കനും മുട്ടയും തന്നേ ഉള്ളൂ. എത്ര ചിക്കൻ കഴിക്കും, എത്ര മുട്ട കഴിക്കും ഇപ്പോൾ? ഇപ്പം ഒരു 21 വരുന്നുണ്ട്. പിന്നെ ചിക്കൻ ഒരു 650 ഗ്രാം വരുന്നുണ്ട്. പിന്നെ പ്രോട്ടീൻ ഒരു സ്കൂപ്പ് വരും, പ്രോട്ടീൻ ആഫ്റ്റർ വർക്കൗട്ട്. ആരതി, ഇപ്പോൾ നമുക്ക് ഈ പിന്നെ എല്ലാം സലാഡൊക്കെയാണ്. പക്ഷേ ഞാൻ സലാഡ് എടുക്കുന്നത് ഭയങ്കര കുറവാണ്. ഓക്കെ, നമുക്ക് ഈ ബാക്കിൽ കാണാം ഒരുപാട് വർക്കൗട്ടിനുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇരിക്കുന്നത് കാണാം. ഞാൻ ജിമ്മിലും പോയില്ല, വീട്ടിൽ വെച്ച് പോലും എക്സസൈസ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളാണ്. എനിക്കതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഏതെങ്കിലും 2-3 എണ്ണം വർക്കൗട്ട് ചെയ്ത് കാണിക്കാമോ? ഈ ചെസ്റ്റ് ബിൽഡിങ്ങിന് ഉപയോഗിക്കുന്ന, ബാക്ക് ബിൽഡപ്പിനൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ആയിരിക്കുമല്ലോ. ഏതെങ്കിലും കുറച്ച് ഒന്ന് ഞങ്ങൾക്ക് കാണിക്കാമോ? എങ്ങനെയാണ് ഒരു പരിശീലനം എന്നറിയാനാണ്. കാണിച്ചു തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ
എന്റെ ക്യാമറമാനോട് ചോദിക്കണം. ഇവിടുന്ന് അനങ്ങിയാൽ ആകെ റേഞ്ച് കിട്ടുന്ന ഒരു സ്പോട്ടാണെന്ന് തോന്നുന്നില്ലേ അത്? ആകെ റേഞ്ചുള്ള ഒരു സ്പോട്ടായത്. എന്നാ വേണ്ട, റിസ്ക് എടുക്കണ്ട, ഞങ്ങൾക്ക് ആരതി ഇനിയും കാണാം. ഇതിപ്പോ ഈ കട്ടിംഗ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതൽ സുന്ദരിയായതായിട്ടാണ് എനിക്ക് ഈ സ്ക്രീനിൽ നിന്ന് മനസ്സിലാകുന്നത്, നേരത്തെ ഉള്ളതിനേക്കാൾ. ഓക്കെ, പക്ഷേ ഈ മത്സരത്തിനൊക്കെ പോകുമ്പോൾ സാരി ഉൾപ്പെടെയുള്ള പല ഡ്രസ്സുകൾ ഇട്ടും കാണാറുണ്ട്. അത് മത്സരത്തിന്റെ ഓരോ റൗണ്ടിലെ വേഷവിധാനങ്ങളാണോ? എപ്പോഴും ഈ ഡ്രസ്സിൽ ആണോ ഏറ്റവും കൂടുതൽ ആരതി കംഫർട്ടബിൾ ആയിട്ടുള്ളത്? ഇല്ലില്ല, ഞങ്ങൾക്ക് സ്റ്റേജിൽ അങ്ങനെ സാരി അങ്ങനെയൊന്നും ഇല്ല. ഒരു റൗണ്ട് മാത്രമേ ഉള്ളൂ. മറ്റ് ഷോസിലാണ്, കോമ്പറ്റീഷൻസിലാണ് ഈ പറയുന്ന പോലെ സാരി ഓരോരോ റൗണ്ട് വരുന്നത്. നമുക്ക് ബിക്കിനി, ബിക്കിനി ഇവിടെ. പക്ഷേ ബിക്കിനി എന്ന് പറയുന്നത് നോർമൽ സ്പോർട്സ് വെയർ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ സാരി ഉടുത്തിട്ടുള്ള എന്തെങ്കിലും ഒക്കേഷൻസ് വരുമ്പോഴാണ്, അത് ജിമ്മിലെ തന്നെ പ്രോഗ്രാമിന് വേണ്ടിയാണ്. ജിമ്മിലിപ്പോൾ ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ടാണ് അന്ന് സാരി ഉടുത്തത്, അതേ ഉള്ളൂ. പിന്നെ എൻ്റെ കംഫോർട്ട് എന്ന് പറയുന്നത്, ഞാൻ നോർമലി പുറത്തിറങ്ങുമ്പോൾ ഫുൾ കവർ ചെയ്തുള്ളതായിരുന്നേ. പക്ഷേ ജിമ്മിനകത്ത് ഞാൻ ഇതുപോലെയുള്ളത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെൽഫ് മോട്ടിവേഷൻ. എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ ഒരു മസിൽ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആവും, അതുകൊണ്ട് ഇതിടുന്നു. ഈ മത്സരത്തിന് ഒരു മിസ് ഇന്ത്യ മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫുഡൊക്കെ കട്ട് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. വർക്കൗട്ടിൽ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്? ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മത്സരത്തിനൊക്കെ തയ്യാറെടുക്കുമ്പോൾ എത്ര മണിക്കൂറൊക്കെ നീളുന്ന പരിശീലനമാണ്? നേരത്തെ പറഞ്ഞു 2021 തുടങ്ങിയതേ ഉള്ളൂ. കുറേ വർഷത്തെ പരിശീലനം അല്ലെങ്കിൽ അതിലൂടെ കിട്ടേണ്ട റിസൾട്ടാണ് ഞാൻ ഈ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എടുത്തതെന്ന്. അപ്പോൾ ആ സമയത്തുമൊക്കെ മണിക്കൂറുകൾ നീണ്ട പരിശീലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അതെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ട്രോളും, ഫുള്ള് വർക്കൗട്ടാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നോർമലി ഞാൻ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്കേ പോവുള്ളൂ, വൈകിട്ട് വന്നു കഴിഞ്ഞാൽ രാത്രി അടയ്ക്കുമ്പോഴേ പോവുള്ളൂ. അങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. എൻ്റെ ട്രെയിനേഴ്സ് ആണെങ്കിലും എനിക്കൊരു നിശ്ചിത സമയമാണ് പറഞ്ഞിട്ടുള്ളത്, 2 മണിക്കൂർ അതിനുള്ളിൽ തീർക്കണം അല്ലേ അങ്ങനെ. പക്ഷേ ഞാൻ ഒട്ടും തൃപ്തിയുള്ള ഒരാളല്ല. അതാണ് മേ ബി അതായിരിക്കാം എനിക്കിപ്പം നല്ല രീതിയിലാവേണ്ട. എൻ്റെ ബോഡി ഇപ്പോൾ വീണ്ടും വീക്കാവുന്നതോ മസിൽ ലോസ് വരുന്നതോ അതുകൊണ്ടായിരിക്കും. കൂടുതൽ സമയം വർക്കൗട്ട് ചെയ്യും, കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. പക്ഷെ അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊരു കറക്റ്റ് സമയമുണ്ട്, അതിൽ എഫക്റ്റീവായി ചെയ്യുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. എത്ര ട്രെയിനർമാരുണ്ട് ഇങ്ങനെ ഒരു മത്സരത്തിനൊക്കെ തയ്യാറെടുക്കുമ്പോൾ? കൂടുതൽ ട്രെയിനർമാരുടെ സഹായം ഇനിയും വേണ്ടുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? വലിയ ചിലവാണ്, ഭക്ഷണം, ഈ ട്രെയിനിങ് ഒക്കെയും ഭയങ്കര ചിലവേറിയ കാര്യമാണ് എന്നറിയുന്നു. ആരാണ് ഇതിനൊക്കെയുള്ള സഹായം ഇപ്പോൾ? ഇപ്പോൾ സഹായം കറൻ്റ്ലി വന്നിട്ട് നമുക്ക് ചില ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് സ്റ്റോഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവർ സ്പോൺസർ ചെയ്യുന്നുണ്ട് ചെറിയ രീതി അവരുടെ പ്രോഡക്ട്സ്. പിന്നെ ഫുഡിൻ്റെ ചിലവ് വന്നിട്ട് ഞാനിപ്പോൾ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത്. കാര്യം അങ്ങനെ പറ്റുള്ളൂ. എനിക്ക് അത്രയും വർക്കൗട്ടും ഇതിവിടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ജോബിലായിരുന്നു ട്രെയിനറായിട്ട് തന്നെ. പക്ഷെ നമുക്ക് 9 മണിക്കൂറാണ് ജോബുള്ളത്, അതിനിടയിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ ഞാൻ 2 നേരം വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് പോലും ഞാൻ ആ സമയത്ത് 1 നേരം ആക്കി വർക്കൗട്ട്, അപ്പോഴും ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. 9 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഡയറ്റ് ഫുഡ് തന്നെ കഴിക്കണം. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കണം, പിന്നെ വർക്കൗട്ട് ചെയ്യണം. എനിക്ക് 4 മണിക്കൂർ പോലും ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം വേസ്റ്റ് ആവുക, നമ്മളെ സ്വയം ടോർച്ചർ ചെയ്യുന്ന പോലെ ആയിരിക്കും. റെസ്റ്റ് ഇല്ല, നല്ല കറക്റ്റായിട്ട് ടൈമിന് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കോമ്പറ്റീഷൻ പ്രിപ്പയർ ചെയ്യുന്നതും പൈസ ഉണ്ടാക്കുന്നതും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ മെൻ്റലി തന്നെ ഭയങ്കര ഡിപ്രസ്ഡ് ആവും. അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചേക്കുന്നത് എനിക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ ഇപ്പോൾ പൈസ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം കോമ്പറ്റീഷന് പോവാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, ഇല്ല എൻ്റെ ഹെൽത്ത് എങ്ങനെ ആയിരിക്കും, ഈ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കുമോ, ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം ചെയ്യാൻ പറ്റുന്ന ആകെ എനിക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും ഈ കോമ്പറ്റീഷൻ ഇറങ്ങുക, എൻ്റെ ആഗ്രഹം എങ്ങനെയും പൂർത്തീകരിക്കണം, അതിനുശേഷം ഇപ്പോൾ ഉള്ള ബാധ്യത തീർക്കാം എന്നാണ് ഇപ്പോൾ ഒരു ഐഡിയ മനസ്സിൽ. ഇതിപ്പോൾ കൂടുതൽ സ്ത്രീകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ട്രെയിനറായി കുറച്ച് നാളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. പൊതുവെ സ്ത്രീകൾക്ക് കൂടുതൽ താല്പര്യം ഇപ്പോഴുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ട്രെയിൻ ചെയ്തിട്ടുള്ളത് ആരെയൊക്കെയാണ്? ഇപ്പോൾ
ഓരോ പരിപാടിക്കൊക്കെയും പങ്കെടുക്കുമ്പോൾ കൂടുതൽ ആരാധകർ, കൂടുതൽ കയ്യടി കിട്ടുന്നത് അത് ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണോ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണോ? ആൺകുട്ടികളാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. പിന്നെ പെണ്ണുങ്ങളുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഏതായാലും കമ്പയർ ചെയ്യുമ്പം കമ്പാരിറ്റീവ്ലി ബോയ്സാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുള്ളത്. പിന്നെ ചില പെണ്ണുങ്ങൾക്ക് ആഗ്രഹമുള്ളവരുണ്ട് ഈ ഫീൽഡിലോട്ട് വരണം എന്നൊക്കെ ഉള്ള ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, പെണ്ണുങ്ങളെയും ട്രെയിൻ ചെയ്തിട്ടുണ്ട്, ആണുങ്ങളെയും ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ ആണുങ്ങളെ ട്രെയിൻ ചെയ്യാനാണ് താല്പര്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫീൽഡ് ബോഡി ബിൽഡിങ്ങാണ്. അപ്പം എല്ലാ പെൺകുട്ടികളും വരുന്ന ബോഡി ബിൽഡിന് വേണ്ടി ആയിരിക്കത്തില്ല, അവർ ഒരു ഫിറ്റ്നസ്സിന് വേണ്ടിയായിരിക്കും, ഇല്ല അവർ വെയിറ്റ് ലോസ് അങ്ങനെ ഒരു കൺസെപ്റ്റായിട്ടായിരിക്കും വരുന്നത്. എനിക്ക് കുറച്ചുകൂടെ ബോഡി ബിൽഡ് ചെയ്യിപ്പിച്ച് പിള്ളേരെ കോമ്പറ്റീഷൻ ഇറക്കണം എന്നുള്ളൊരു മൈൻഡാണ്. അപ്പം പക്ഷെ നല്ല ക്ലയൻസ് ഉണ്ടായിട്ടുണ്ട്, ലേഡീസിലും നല്ല രീതിയിൽ ബോഡി ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വന്നിട്ടുള്ള ക്ലയൻസ് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ആരതി, ഇനി ഞങ്ങളോട് വളരെ പ്രധാനപ്പെട്ട 2-3 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പറയേണ്ടത്. ഈ ടിപ്സ് ഉണ്ടല്ലോ, ഈ വയറ് കുറയ്ക്കാനൊക്കെ എന്ത് ചെയ്യണം? എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയാൽ അപ്പോൾ വിചാരിക്കും ഇനി അടുത്ത തവണ വയറ് കുറയ്ക്കാമെന്ന് വിചാരിക്കും. അതുപോലെ നമുക്കൊരു ലക്ഷ്യം കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിറ്റ്നസ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട ഭക്ഷണം കണ്ടാലോ അല്ലെങ്കിൽ നല്ല ഉറക്കം പിടിക്കുന്ന സമയത്തോ ഒന്നും നമുക്ക് അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനോ കഷ്ടപ്പെടാനോ ഒന്നും പറ്റാത്ത കുറേയധികം ആളുകളുണ്ട്. അവർക്കൊക്കെ അതിലേക്ക് പ്രേരിപ്പിക്കാൻ, അങ്ങനെ മനസ്സ് അതിന് സജ്ജമാക്കാൻ എന്ത് ചെയ്യണം എന്ന്, ഒപ്പം ഭക്ഷണത്തിൽ ഒക്കെ ശ്രദ്ധിക്കേണ്ട പെട്ടെന്ന് പറയാൻ കഴിയുന്ന, അറിയാൻ കഴിയുന്ന, ചെയ്യാൻ കഴിയുന്ന ടിപ്സ്. പെട്ടെന്ന് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ഇല്ല ഫാറ്റ് ലോസ് പോസിബിളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻറ്റെയിനിങ് കലോറി എത്ര ആണെന്ന് നമ്മൾ വെയിറ്റ് BMI ഒക്കെ വെച്ച് നമ്മൾ ആദ്യം മെഷർ ചെയ്യുക. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പം അതിൽ കലോറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ മെയിൻ്റെനൻസ് കലോറി അതിൽ കുറവ് കഴിക്കുക എന്നൊരിത്. അപ്പം ഇപ്പോൾ ഒരാളുടെ ഒരു 2700 മെയിൻ്റനൻസ് കലോറി എന്ന് വെച്ചാൽ അതിലൊരു 500 കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ അവർ ഡെഫിസിറ്റിലാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഫാറ്റ് ലോസ് പോസിബിൾ. അപ്പം നമുക്കിഷ്ടമുള്ള ഫുഡ് അത്രയും കലോറിയിൽ ഉൾപ്പെടുത്തി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് കയറുന്നത് വളരെ കുറവായിരിക്കും. പിന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്റ്റാവ് ചെയ്യരുത്. അല്ലെങ്കിൽ ചിലർ കാണാം പട്ടിണി കിടന്നു കഴിഞ്ഞാൽ വണ്ണം കുറയും എന്ന് വിചാരിച്ച് പട്ടിണി കിടക്കും. പക്ഷെ അത് അവരുടെ മെറ്റബോളിസത്തെ ബാധിച്ചത് ഓപ്പോസിറ്റായിട്ട് നടക്കത്തേ ഉള്ളൂ. പിന്നെ ഉള്ള ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻ ചെയ്ത് കഴിക്കുക. എന്ത് ഫുഡ് കഴിക്കുമ്പോഴും പ്രോട്ടീന്, ഹെൽത്തി ഫാറ്റ്, കാർബ്, ഇത് 3ഉം കമ്പൈൻ ചെയ്ത്. അതുപോലെ വെജിറ്റബിൾസ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഫില്ലിംഗ് ആയിട്ടുള്ള ഫുഡാണ്. ഫൈബർ ഒക്കെ ഫില്ലിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശപ്പ് അങ്ങനെയുള്ള വരാതിരിക്കാനായിട്ടുള്ളൊരു ഓപ്ഷനാണ്. അതുപോലെ കാർബോഹൈഡ്രേറ്റ് എടുക്കുമ്പോഴും കോംപ്ലക്സ് കാർബ് എടുക്കുക. സിമ്പിൾ കാർബ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡൈജസ്റ്റ് ആയി പോകും. കോംപ്ലക്സ് കാർബ് എടുക്കുകയാണെങ്കിൽ അത് വളരെ സ്ലോ ആയിട്ടായിരിക്കും ഡൈജസ്റ്റ് ചെയ്യുന്നത്. അതൊരു ഓപ്ഷനാണ്. പിന്നെ സൈക്കോളജിക്കലി ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിഞ്ചിട്ട് ചെയ്യാതിരിക്കാനുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുക. അപ്പം നമ്മൾ ചിലർ നട്ട്സൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ തോടോടൊക്കെ വാങ്ങിക്കുമ്പോൾ അത് പൊളിച്ച് എടുത്ത് വരാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പം നോർമലി അല്ലാതെ വാങ്ങിച്ച് പെട്ടെന്ന് കഴിക്കുന്നതിലും കുറവായിരിക്കും നമ്മൾ അങ്ങനെ തോടോട് വാങ്ങിച്ചാലൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ സ്പൂൺ എടുക്കുന്നത്, നമ്മൾ കഴിക്കാൻ എടുക്കുന്ന ബൗള്, ഇതിൻ്റെ സൈസ് എല്ലാം ചെറുതാക്കി കഴിഞ്ഞാൽ, വളരെ ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം എടുക്കും. ഒരു വലിയ സ്പൂണിന് എടുക്കുന്നതിലും കൂടുതൽ തവണ നമ്മൾ ചെറിയ സ്പൂണിൽ എടുക്കേണ്ടി വരും. അപ്പം നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി വിചാരിക്കും നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കുന്നുണ്ട് എന്ന്. അപ്പം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ടിപ്സൊക്കെ യൂസ് ചെയ്യാം. പിന്നെ മോട്ടിവേഷൻ, എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കണ്ടെത്തണം ജിമ്മിൽ പോകാനായിട്ട്. ഓക്കെ, ആരതി ഇടയ്ക്ക് ശരി ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ മാറ്റി ഈ ഫീൽഡിൽ വന്നതിന് ശേഷമാണ് കൂടുതൽ ഊർജ്ജസ്വലയായത് എന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. ഈ ഫീൽഡിൽ ഇനിയിപ്പോൾ എന്താണ് ഏറ്റവും വലിയ ആഗ്രഹമായി ബാക്കിയുള്ളത്? അതെ, ഏറ്റവും വലിയ ആഗ്രഹം പ്രോ കാർഡ് തന്നെയാണ്. IFBB പ്രോ എൻ്റെ പേരിന് മുന്നേ വേണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പോഴും കഷ്ടപ്പെടുന്ന അതിന് വേണ്ടി തന്നെയാണ്. ചെറിയ ഇപ്പോൾ ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് ഇതൊന്നും എനിക്ക് വീണ്ടും ഇറങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഇറങ്ങാതിരിക്കുന്ന ആ സമയം അത്രയും എന്നെ ആരും അറിയുന്നില്ല.
അറിയാതെ വരുമ്പം നമുക്ക് പുറത്തുനിന്നുള്ള ഹെൽപ്പ് കുറവായിരിക്കും. ഇപ്പോൾ എന്നെ ഇപ്പോൾ അറിയപ്പെടുന്നതുകൊണ്ടാണ് സ്പോൺസേഴ്സ് വരുന്നതും എനിക്ക് പുറത്തുനിന്ന് സപ്പോർട്ട് കിട്ടുന്നത്. അപ്പം ഞാൻ IHF വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര നഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം വീണ്ടും ഒന്നേന്ന് ഡിസ്ട്രിക്റ്റ്, കേരള എല്ലാം ഇറങ്ങി വരാമെന്ന് വിചാരിക്കുന്നത്. ശരി, എന്തായാലും ആ വലിയ ലക്ഷ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ നന്ദി ആരതി കൃഷ്ണ, ഇത്രയധികം സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും കാര്യങ്ങൾ വിശദീകരിച്ചു. താങ്ക് യു. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.